അടുത്ത 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കളെ ആദരിക്കലാണ്. ഈ മുതല നൽകാനായി സഖാവ് സജീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കെ പോൾ, മോഹനൻ പി, മോഹനൻ തോമസ് ഫിലിപ്പ്, കെ വി തങ്കപ്പൻ, കെ ജെ ചാക്കോ, പി എം തോമസ്, വി ജെ തങ്കച്ചൻ, സോമദാസ്, സി കെ വർഗീസ്. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലാണ്. ഇവിടെ CITU ഓട്ടോ ടാക്സി യൂണിയൻ പുതുപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും ചികിത്സാ സഹായവും മുതിർന്ന തൊഴിലാളികളെ ആദരിക്കൽ, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ മൊമെൻ്റോ വിതരണമൊക്കെ നടക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സഖാവ് അഡ്വക്കേറ്റ് അനിൽകുമാറാണ്, CITU ജില്ലാ സെക്രട്ടറി. അതുപോലെ തന്നെ സുഭാഷ് പി വർഗീസ്, അതുപോലെ KN വിശ്വനാഥൻ, അങ്ങനെ തുടങ്ങി നിരവധി ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. തൊഴിലാളികളെ, സഹോദരി സഹോദരന്മാരെ, CITU ഓട്ടോറിക്ഷ തൊഴിലാളി പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളി കുടുംബങ്ങൾക്ക് ഉള്ള കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും അതോടൊപ്പം SLC +2 വർണ്ണന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും 60 വയസ്സ് പൂർത്തീകരിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആദരിക്കലും, അതുപോലെ ഓട്ടോറിക്ഷ മേഖലയിൽ ജോലി ചെയ്ത് ഇന്ന് ആരോഗ്യസ്ഥിതി വളരെ മോശമായ, ഇന്ന് തൊഴിലെടുക്കാൻ ആവാത്ത നമ്മുടെ തൊഴിലാളികളുണ്ട്. അവർക്ക് ചികിത്സാ സഹായങ്ങൾ ഒക്കെയാണ് ഇന്ന് CITU ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ പഞ്ചായത്ത് കമ്മിറ്റി ഇവിടെ നടത്തുന്നത്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് CITUവിന്റെ ഏരിയ പ്രസിഡന്റിനെ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റിനെ വിളിക്കുന്നു. യോഗത്തിൽ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതാണ് ഓട്ടോ ടാക്സി യൂണിയൻ പുതുപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറി സഖാവ് ബൈജു വാഴക്കട. പുതുപ്പള്ളി ഓട്ടോ ടാക്സി യൂണിയൻ പ്രസിഡന്റ് രാജേഷിനെ ആദ്യമായിട്ട് സ്വാഗതം. യോഗ ഉദ്ഘാടനം ചെയ്യാമെന്ന് CITU ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽകുമാർ സാറ് നിമിഷങ്ങൾ വരും എന്നതിലാണ് പുള്ളിക്ക് സ്വാഗതം. CITU ജില്ലാ കമ്മിറ്റിയാണ് സഖാവ് സുഭാഷ് വഴി ഞാൻ സ്ഥാപിക്കുന്നത്. CITU ഏരിയ സെക്രട്ടറി KN വിശ്വനാഥനെ സ്ഥാപിക്കുന്നു. പാർട്ടിയുടെ പുതുപ്പള്ളി ലോക്കൽ സെക്രട്ടറി ജോൺ കൽക്കനെ സ്ഥാപിക്കുന്നു. CITU ഏരിയ വൈസ് പ്രസിഡന്റ് സജേഷ് കമ്മിറ്റിനെ സ്ഥാപിക്കുന്നു. CITU പഞ്ചായത്ത് സെക്രട്ടറി സഖാവ് അനീഷ് സ്ഥാപിക്കുന്നു. ഓട്ടോ ടാക്സി യൂണിയൻ പുതുപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീധരനെ സ്ഥാപിക്കുന്നു. എൻ്റെ പേരിൽ എല്ലാ സഖാക്കൾക്കും സുഹൃത്തുക്കൾ, അമ്മമാരെ, പെണ്ണന്മാരെ എല്ലാവരും ഈ യോഗത്തിൽ സ്ഥാപിക്കുന്നു. ഈ യോഗത്തിലെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി
CATUവിൻ്റെ ഏരിയ വൈസ് പ്രസിഡന്റ് സഖാവ് സജീഷ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പുതുപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പഠനോപകരണങ്ങളും അതുപോലെ തന്നെ ചികിത്സാ സഹായവും അംഗങ്ങൾക്ക് നൽകണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഇവിടെ അന്വേഷണാൽ അവിടെ ഓടി ചെന്നെത്തുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ ഏതാളുകൾ ഓടി വരുന്നതിന് മുമ്പ് ആ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് ഓട്ടോറിക്ഷ മേഖലയിൽ പണിയെടുക്കുന്ന ഡ്രൈവേഴ്സാണ്. നമുക്ക് അഭിമാന പുരസ്സരം തന്നെ ആ കാര്യങ്ങൾ സൂചിപ്പിക്കും. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ചുറ്റിനും നടക്കുന്ന വലിയ പ്രശ്നങ്ങളെ പറ്റി നമ്മൾ ഒക്കെ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. കാരണം ഈ തൊഴിലാളി മേഖലയെ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ മേഖലയെ തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിലുള്ള നയസമീപനങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ള ഗവൺമെന്റ് എടുത്തു മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ എത്ര കാലം തന്നെ ഉണ്ടാകുന്നത് പോലും നമുക്ക് പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നിയമങ്ങളടക്കമുള്ള കാര്യങ്ങളാണ് രാജ്യത്തിലെ ഗവൺമെന്റ് ഏറ്റെടുത്തുകൊടുക്കുന്നത്. ഇതിനെതിരെയെല്ലാം തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സമരങ്ങളൊക്കെ കഴിഞ്ഞ കുറെ നാളുകളായി സംഘടിപ്പിക്കപ്പെട്ടു വരികയാണ്. നമുക്ക് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഇവിടെ പട്ടിണി ഉണ്ടാകാതിരിക്കണം, എങ്ങനെ നമുക്ക് അരി മേടിക്കണം എന്ന ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് CITU പോലെയുള്ള ഈ വർഗപ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ തൊഴിലാളികളെയും നാട്ടുകാരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ മഹാകൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ നാട്ടിൽ ഏത് പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ തൊഴിലാളികൾ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ മറ്റാളുകളുടെ ഒക്കെ വർഷാവർഷങ്ങളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അതൊരു ചിന്ത അല്ലെങ്കിൽ ഒരു കരുതലുള്ള ഒരു പ്രസ്ഥാനവും നമ്മുടെ നാട്ടിൽ നടത്തുന്നത് കാണുക. അപ്പോൾ CITU പല മേഖലകളിലും ശുചീകരണ പ്രവർത്തനമായാലും മറ്റ് സാംസ്കാരിക പ്രവർത്തനമായാലും ഏത് പ്രവർത്തന മേഖലയിലും നമ്മുടെ ഈ സജീവമായി ഇടപെടുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിലും മറ്റ് പ്രവർത്തനം എന്ന നിലയിലുമാണ് നമ്മുടെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തം നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ മേഖല സംരക്ഷിക്കപ്പെടാത്ത തരത്തിലേക്ക് ഈ നാട് മാറുന്നു അല്ലെങ്കിൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും എത്ര കാലം ഈ മേഖല ഉണ്ടാകുമെന്ന് ഒരു ഭയാശങ്കയോടുകൂടിയാണ് തൊഴിലാളികളുടെ പ്രസ്ഥാനങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സംഘടിതമായ കൂട്ടായ്മകളും അതിനെ പ്രതിരോധിക്കാൻ പറ്റുള്ള ശക്തി വിഭാഗങ്ങളടക്കം ഈ കേരളത്തെയും രാജ്യത്തെയും മുന്നോട്ട് പോകാൻ ഒരു ശക്തിയും ഈ മഹാപ്രസ്ഥാനത്തെയും ഈ തൊഴിലാളി വർഗത്തെയും തകർത്തെറിയുവാൻ കഴിയില്ല എന്നത് ചരിത്രം നമ്മളെ തെളിയിച്ചിട്ടുള്ളതാണ്. എല്ലാവിധ അഭിവാദ്യങ്ങളും അവർക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനം. ഇതായി യോഗത്തിൽ അഭിസംബോധന സംസാരിക്കുന്നതായി CATUവിൻ്റെ ഏരിയ സെക്രട്ടറി സഖാവ് KN വിശ്വനാഥകൃഷ്ണൻ. SSLCക്കും +2വിനും മികച്ച വിജയം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുന്നതോടൊപ്പം നമ്മുടെ മുതിർന്ന തൊഴിലാളികളെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇത്. ഒപ്പം തന്നെ ചികിത്സാ ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ ഈ ചടങ്ങിൽ വെച്ച് നടത്തുന്നുണ്ട്. ഇത്ര വിപുലമായി ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ തയ്യാറായ നമ്മുടെ യൂണിയന്റെ പുതുപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയെ ആദ്യമേ തന്നെ പുതുപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. ചെയ്യുവാൻ ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ട CITUവിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K. അനിൽകുമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടൻ തന്നെ നിലമ്പൂർക്ക് പോകേണ്ടുള്ളതുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സഖാവ് ഉടൻ പോകും. അതുകൊണ്ട് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മുടെ തൊഴിലാളി സംഘടനയോ അതിൻ്റെ കരുത്തോടുകൂടി നിന്നെങ്കിൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന തരത്തിൽ തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ കഴിയുള്ളൂ. ജനവിരുദ്ധമായിരിക്കുന്ന എല്ലാ നയങ്ങൾക്കുമെതിരായി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന എല്ലാ നയങ്ങൾക്കുമെതിരായി അതിശക്തമായിരിക്കുന്ന പോരാട്ടം രാജ്യത്ത് വിവിധ മേഖലകളിൽ ഉയർന്നു വരേണ്ട സമയമാണ് ഈ സമയം. ആ പോരാട്ടത്തിനു കൂടി ഈ സന്ദർഭം നമ്മൾ തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥിനികളെയും അതുപോലെ തന്നെ ആദരിക്കപ്പെടുന്നവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനമാണ്. നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായി CITUവിൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി സഖാവ്
അഡ്വക്കേറ്റ് കെ അനിൽകുമാറിനെ ക്ഷണിച്ചുകൊടുക്കും. വളരെ സന്തോഷമുള്ളൊരു കുടുംബ സംഘമാണ്. നമ്മൾ രാപകൽ അധ്വാനിക്കുന്നത് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാനാണ്. അതോടൊപ്പം നമ്മുടെ സംരക്ഷണം കുടുംബവും ഏറ്റെടുക്കും. അങ്ങനെ നമ്മളെ കുടുംബം സംരക്ഷിക്കുകയും കുടുംബത്തെ നമ്മൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സ്നേഹനിർഭരമായ ജീവിതത്തിൻ്റെ വഴിയാണ് നിശ്ചയമായി ഓരോ കുടുംബത്തിലും നാം കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് പഠന ഉപകരണങ്ങളുടെ വിതരണമടക്കം മുതിർന്ന ആളുകളെ തൊഴിലാളികളെ ആദരിക്കുന്ന അടക്കമുള്ള ഒരു പരിപാടിയോടുകൂടി നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നത് നിശ്ചയമായും വളരെ വിജയമായി എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ നിറഞ്ഞ സന്തോഷത്തോടുകൂടി ആദ്യമായി പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കാം. നമുക്ക് 100 വയസ്സ് വരെ കഴിവുകളാണ് ജീവിക്കുക. ഈ ആനുകൂല്യത്തിൽ വരുമ്പോൾ മുതിർന്ന ആളുകൾ അവരെ ആദരിക്കുക എന്ന് പറയുന്നത് ഇവിടെയുള്ള സംസ്കാരം മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഇവർക്കൊപ്പം പൂർണ്ണ ജീവിതത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി പരമാവധി കാലം ജീവിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പോകാൻ. കാരണം എന്താണ്, നമ്മളിൽ പലരും ജനിച്ച കാലത്തെ നാടല്ല ഈ നാട്. ഞാനൊക്കെ തിരുവാർപ്പിൽ ജനിച്ച കാലം എന്ന് പറയുന്നത് നാട്ടിൽ മുഴുവൻ ചാണകം വഴിയ തറയിലുള്ള വീടുകളും ഓല കിട്ടിയ ചെക്കത്തുടിലുകളുമുള്ള തിരുവാർപ്പായിരുന്നു എന്റെ ഓർമ്മ. ഞങ്ങളുടെ ഓർമ്മയിൽ ഒറ്റ വരമ്പുള്ള പാടവരമ്പത്തൂടെയാണ് വഴികൾ. അന്ന് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് വരുന്ന സ്ഥലങ്ങളിൽ തന്നെ കുറവ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന ജനകീയാസൂത്രണത്തിലൂടെ പഞ്ചായത്ത് റോഡുകളെല്ലാം ജനകീയാസൂത്രണ പ്രസ്ഥാനം വികസിപ്പിച്ചതോടുകൂടി ഓരോ വീടിന്റെ മുമ്പിൽ ഓട്ടോറിക്ഷയിലും നമുക്ക് പണിയായി. ഇപ്പൊ സർക്കാരിന്റെ പദ്ധതി ഇട്ടിരിക്കുന്നത് ഏതെങ്കിലും പഞ്ചായത്ത് റോഡ് മോശമാണെങ്കിൽ മുഴുവൻ പഞ്ചായത്ത് റോഡുകളും ഒറ്റയടിക്ക് നന്നാക്കാൻ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് ഫണ്ട് പദ്ധതി വരികയാണ്. തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡ് ഇന്നത്തെ രൂപത്തിൽ മാറ്റിയെടുത്തത്. മറ്റേ പുതുപ്പള്ളിക്കാവിലെ ബ്ലോക്ക് എന്തായിരുന്നു? ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം കഴിഞ്ഞപ്പോൾ പുതുപ്പള്ളിക്കാവിലെ ബ്ലോക്ക് മാറിയപ്പോഴത്തേക്കും ഇവിടുത്തെ തൊഴിലാളിക്ക് ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് അല്പം ബുദ്ധിമുട്ട് കുറഞ്ഞ ഈ യാത്ര സംഘടിപ്പിക്കാനായില്ലേ? ഇതെല്ലാം ഉണ്ടാകുന്ന വിധം ഭരണനിർവഹണത്തിന്റെ കഴിവിന്റെ പേരാണ് ഇടതുപക്ഷം. പക്ഷെ ഇവിടെ എന്തായിരുന്നു? മൊത്തം ഉമ്മൻചാണ്ടിയാണ്. ഇപ്പൊ മകൻ പറയുന്നത് ഞാൻ വികസിപ്പിക്കുകയാണ്. എന്ത് വികസനം? പുറത്തൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി നടത്തിയിട്ട് മനോരമയിൽ കുറെ പടം വരുത്തിയിട്ട് വലിയ വികസനം ഉണ്ടാക്കുന്നത് നമ്മളെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനാവും. അതുകൊണ്ട് പുതുപ്പള്ളി അടക്കം മാറ്റമുണ്ടാകുന്ന മുന്നേറ്റത്തിന്റെ വഴികളിൽ സഞ്ചരിക്കണം. മറ്റു മേഖലകളിൽ വിജയം നേടാൻ ലഭിക്കുന്ന കുട്ടികൾ അവരെ ഓരോരുത്തരെയും ആദരവോടെ കാണുകയും അതേപോലെ തന്നെ അവർക്ക് നമ്മൾ വിവിധങ്ങളായ ചെറിയ സഹായങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ഒരു മാതൃകാ കുടുംബം എന്ന നിലയ്ക്ക് നമ്മുടെ തൊഴിലാളികളെല്ലാം സംഘടന നിലയ്ക്ക് ഉയർന്നു വന്നു എന്നുള്ളതിൽ അഭിമാനമുണ്ട്. ഈ പരിപാടിയിൽ സംഘടിപ്പിച്ച എല്ലാവരെയും അതിന്റെ കമ്മിറ്റിയും ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനത്തിലെ നേതാക്കളെയും എല്ലാം ആദരവോടെ അവർക്കെല്ലാം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാം അനുവാദത്തോട് ഉദ്ഘാടനം ചെയ്തതിന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സിഐടിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് സുഭാഷ് ഓർഗനൈസേഷൻ രാജേഷൻ ശിവനന്ദ അഖിൽ യോഗത്തിൻ്റെ അധ്യക്ഷൻ രാജേഷ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത CA2 ബഹുമാനായ ജനറൽ സെക്രട്ടറി
കുമാർ, കെ എം വിശ്വനാഥൻ, സതീഷ് കുമാർ, ജോൺ ബേബി, ബൈജു തുടങ്ങി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരു ചടങ്ങ് വളരെ മാതൃകാപരമായി സംഘടിപ്പിക്കുവാൻ ഇവിടുത്തെ തൊഴിലാളി യൂണിയന് കഴിയുമെന്നുള്ളത് അഭിമാനകരമായ ചടങ്ങ്. ഇതിന്റെ മുന്നിലെ മത്സ്യമാർക്കറ്റ് നിങ്ങൾക്ക് ഓർമ്മയാവും എങ്ങനെയാണ് കിടന്നത്. മണം കാരണം ഈ പ്രദേശത്തോട് കയറി വരാമെന്ന് പറഞ്ഞത് ഇപ്പോഴും അത് മുഴുവൻ പൊളിച്ച് മനോഹരമായി റോഡാക്കി വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ബസ് സ്റ്റാൻഡിന്റെ കെട്ടിടത്തിന്റെ പഴയ ഭാഗം പൊളിച്ചു മാറ്റി നിങ്ങളുടെ ട്രാഫിക് പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ പുതിയ കെട്ടിടത്തിന്റെ ആ മൂല പൊളിക്കാൻ പ്രത്യേക തീരുമാനമെടുത്ത് ഗവൺമെന്റിന്റെ അനുവാദം. കെട്ടിടം പൊളിക്കുന്ന സർക്കാർ അനുവാദമാണ്. ഇത്ര വർഷം കഴിയാത്ത ഒരു കെട്ടിടവും പഞ്ചായത്തിന് പൊളിക്കാൻ പറ്റില്ല. അതിന്റെ കാരണം കാണിച്ച് ഗവൺമെന്റ് അനുവാദം തന്നാൽ അങ്ങനെ ഗവൺമെന്റ് അനുവാദത്തിന് വൈകിയതുകൊണ്ടാണ് അതിന്റെ മൂല പൊളിച്ചു മാറ്റിക്കൊണ്ട് ആ വൺവേ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തിയ ശേഷമാണ് ട്രാഫിക് പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കാൻ നമുക്ക്. ഇനിയും നമ്മുടെ മുമ്പിൽ വേറെ റോഡുകളുടെ സംവിധാനങ്ങൾ നമ്മുടെ മനസ്സിലും പ്ലാനിലുമുണ്ട്. ഈ ട്രാഫിക് സംവിധാനങ്ങളുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പുതുപ്പള്ളി കവലയിൽ കറങ്ങിയെത്താവുന്ന തരത്തിലേക്കുള്ള സംവിധാനങ്ങളെ പറ്റി നമ്മൾ, പക്ഷെ അതിനൊക്കെ ഫണ്ടുകൾ, ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടുകളുടെ പരിമിതി നിങ്ങൾക്കറിയാം. കിട്ടുന്ന ഫണ്ട് പൂർണ്ണമായി നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഏതായാലും നമ്മൾ ഈ മിനി സിവിൽ സ്റ്റേഷന് തനത് ഫണ്ട് പഞ്ചായത്ത് വെക്കാൻ തീരുമാനിക്കുക. ആരും തരുന്നില്ലെങ്കിൽ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന ശ്രമത്തിലാണ്. 75 കോടിയുടെ കുടിവെള്ള പദ്ധതിയുടെ ടാങ്കാണ് ഇവിടെ പണി പൂർത്തിയാണ്. എത്രയോ നാൾ ആ ടാങ്കിന് സ്ഥലം ഏറ്റെടുക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ തയ്യാറായില്ല. നമ്മൾ ഗ്രാമപഞ്ചായത്ത് 40 ലക്ഷം സ്വരൂപിച്ചാണ് ആ ഭൂമിക്ക് വില കൊടുത്തു വാങ്ങിയത്. 10 ലക്ഷം രൂപയോളം നമ്മൾ കുടിവെള്ളം ഉപയോഗിക്കുന്ന ഗുണഭോക്താക്കളും കോൺട്രാക്ടർമാരും സംഭാവനയായിട്ടുണ്ട്. ബാക്കി പൈസ പഞ്ചായത്ത് കൊടുത്ത് ഒരു MLA സഹായിച്ചില്ല. ഏറ്റെടുത്തു. 75 കോടിയുടെ ഗവൺമെന്റ് പ്രോജക്ടിന്റെ ടാങ്ക് 16 ലക്ഷം ലിറ്റർ കൊള്ളുന്ന 3 ടാങ്കുകൾ പഞ്ചായത്തിൽ. ഇനി ഒരു കുടിവെള്ള പദ്ധതിയും അനിവാര്യമായി വരില്ല. ചെറുകിട കുടിവെള്ള പദ്ധതി എല്ലാം അവസാനം നമുക്ക് ആവശ്യമാക്കി പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും വെള്ളം കൊടുക്കാനാണ്. പക്ഷെ പൈപ്പ് ഇടുന്ന റോഡ് പൊട്ടുമ്പോൾ ആ റോഡ് പുനഃക്രമീകരിക്കാനും സ്ഥലം MLAക്ക് കാശൊക്കെ തരാം. അത് തരാതെ എന്നിട്ട് മാറി ചീത്ത പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. ഒരു പഞ്ചായത്ത് റോഡ് കുടിവെള്ളത്തിന്റെ പൈപ്പ് ഇടുമ്പോൾ റോഡ് പൊളിഞ്ഞാൽ ആ പൊളിഞ്ഞ റോഡ് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ആർക്കൊക്കെ ഫണ്ട് അനുവദിക്കാം? എന്താ അനുവദിക്കാത്ത? വെറുതെ പഞ്ചായത്തിനെതിരെ വിമർശിക്കുമ്പോൾ ആരംഭിക്കണം അത് നന്നാക്കാൻ ഞാൻ ഇത്ര കോടി രൂപ ഫണ്ട് വകയിരുത്താം എന്ന് പറയാൻ തയ്യാറുണ്ടോ? പുതുപ്പള്ളി പഞ്ചായത്തിന്റെ മുന്നിലൂടെ കിടക്കുന്ന റോഡ് പോലും ഗ്രാമപഞ്ചായത്താണ്. അതിന്റെ ബാക്കി ഭാഗം ഇപ്പോഴാണ് നിരന്തര സമ്മർദ്ദം വന്നപ്പോഴാണ് അതിനൊരു സഹായം കിട്ടുന്നത്. മുഖ്യമന്ത്രിക്ക് നമ്മൾ നിരന്തരം എഴുതി കൊടുത്തിട്ടാണ് 3 റോഡുകൾ ഈ പഞ്ചായത്തിലെ ഗവൺമെന്റിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിച്ചത്. ഒരു MLA എഴുതി കൊടുത്തതല്ല, നമ്മൾ പഞ്ചായത്ത് വഴി എഴുതി കൊടുത്താണ് 3 ഫണ്ടിന് ഗവൺമെന്റ് റോഡിന് ഫണ്ട് അനുവദിച്ചത്. അപ്പൊ പഞ്ചായത്തിന്റെ ഫണ്ടുകൾക്ക് പരിമിതിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. ആ പരിമിതിക്കകത്ത് നിന്നാണ് ബസ് സ്റ്റാൻഡിന്റെ നവീകരണത്തിന് ഒട്ടേറെ പ്ലാനുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ കംഫർട്ട് സ്റ്റേഷൻ അവിടെ മെച്ചപ്പെട്ട നിലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വഴിയോര വിശ്രമ കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ ചുരുങ്ങിയ കാലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വെന്നിമലയിൽ നമ്മളൊരു ടർഫ് പണിയുണ്ട്. അതായത് കുട്ടികൾക്ക് കളിസ്ഥലം. ഇപ്പൊ പുതുപ്പള്ളി സ്കൂളിന്റെ കളിസ്ഥലമേ ഉള്ളൂ, മറ്റൊരു കളിസ്ഥലമില്ല. അതിനൊരു സ്ഥലം നമ്മൾ ഏറ്റെടുത്തു. ടർഫ് മിനി സ്റ്റേഡിയം പണിയാൻ വേണ്ടി പ്രാഥമിക കാര്യങ്ങൾ മുഴുവൻ ചെയ്തു. പക്ഷെ പൂർത്തിയാക്കണമെങ്കിൽ ഫണ്ട് വേണം. നമ്മൾ MLAക്കൊക്കെ എഴുതി കൊടുക്കും, ആരും നോക്കുന്നില്ല. ആ ഫണ്ട് പൂർത്തിയാക്കാൻ അവിടെ ഒരു കളിസ്ഥലം ഉണ്ടാകുകയാണ്. ടർഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പദ്ധതികൾ വെച്ച് നടപ്പിലാക്കുമ്പോൾ അതിനോട് അനുകൂലമായ സമീപനം സ്വീകരിക്കാത്ത ഒരു പ്രതിസന്ധി നമ്മൾ നേരിടുന്നു. എന്നാലും നിങ്ങൾ തിരിച്ചറിയണം, മുൻകാലങ്ങളിൽ നിങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചവർ, മുൻകാലങ്ങളിലെ പഞ്ചായത്ത് ഭരണസമിതിയെ നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇന്നും നിങ്ങൾ കാണുക ഒരു സാധാരണ സ്ത്രീയാണ് പഞ്ചായത്ത് പ്രസിഡന്റോ അങ്ങനെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമോ അനുഭവ സമ്പർക്കമൊന്നുമില്ല. പക്ഷേ പ്രഗത്ഭന്മാരൊക്കെ ഇരുന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നിടത്ത് ഒരു സാധാരണ സ്ത്രീ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശേഷം വന്ന മാറ്റങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ നേരിട്ട് കാണുക. ഈ കുടിവെള്ള പദ്ധതി അടക്കമുള്ള മുഴുവൻ പദ്ധതികൾ പൂർത്തിയാകുമ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പൂർണ്ണമായ കാര്യങ്ങൾ ചെയ്തു പോകുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിയും എന്ന തരത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഈ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് ഓട്ടോ സ്റ്റാൻഡുകളാണെങ്കിൽ അതങ്ങനെ ക്രമീകരിക്കണമെന്നൊക്കെ നമ്മൾ ചർച്ച വിളിച്ച് ആലോചിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചതിനെപ്പറ്റി ആലോചിക്കാം.
പക്ഷെ ഇതിനൊക്കെ സാമ്പത്തികം അനുവദിക്കാൻ തയ്യാറാകുന്ന ജനപ്രതിനിധികളുടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു പ്രധാന കാര്യം. അപ്പൊ ആ നിലയിലാണ് ഏതായാലും നമ്മുടെ കുടിവെള്ള പദ്ധതിക്ക് ഒരു 9 കോടി രൂപ കോൺട്രാക്റ്റിന് എക്സസ് എമൗണ്ട് ഉണ്ട്. അതായത് ടെൻഡർ എടുക്കുന്നതിനേക്കാൾ അധികം വരുന്ന തുക. ആ പണം ഉപയോഗിച്ച് ആ റോഡിന്റെ പൊളിഞ്ഞുപോയ ഭാഗങ്ങൾ പുനഃക്രമീകരിക്കുന്ന കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് ചെയ്തു പോവുകയാണ്. ഞാനിത് സൂചിപ്പിച്ചത് നിങ്ങളൊക്കെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്, നിങ്ങൾ വാഹനം ഓടിക്കുന്നവരാണ്. നിങ്ങൾ കേരളത്തിന്റെ റോഡുകൾ നിങ്ങൾ കാണുന്നുണ്ട്. മലയോര ഹൈവേ കിഴക്കോട്ടൊക്കെ നിങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിൽ, ഇടുക്കിക്കൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ മുൻപ് പോയത് ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾ കാണും. റോഡുകളിൽ വന്ന മാറ്റം, യാത്രാ സൗകര്യങ്ങളിൽ വന്ന മാറ്റം, ജലമെട്രോ, ഏതെല്ലാം രീതിയിലുള്ള യാത്രാ രംഗത്ത് ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി വികസനം പറഞ്ഞെങ്കിൽ പശ്ചാത്തല സൗകര്യം ഇടുന്നു. പശ്ചാത്തല സൗകര്യത്തിൽ പ്രധാനമാണ് പോകുന്നത്. അതുപോലെ ഇവിടെ സൂചിപ്പിച്ച പോലെ IT മേഖലയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ, യൂണിവേഴ്സിറ്റി തലത്തിൽ പുതിയ കോഴ്സുകൾ, ഏതെല്ലാം മേഖലകളിൽ പുതിയ കാലഘട്ടത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ പുതുതായി ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുപോകാൻ പറ്റുമോ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അത് ഏറ്റവും കൂടുതൽ അനുകൂലമായി ബാധിക്കുന്നവർ തൊഴിലാളികളാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങളുടെ വീടുകളിൽ എല്ലാം ആരോഗ്യ പ്രവർത്തകർ വന്നിട്ട് സ്ത്രീകളോട് ക്യാൻസർ പരിശോധന നടത്തണം എന്ന് പറഞ്ഞു. എല്ലാ വീടുകളിലും അവർ എത്തിക്കണം. 110 പേർ ക്യാൻസർ പരിശോധന നമ്മുടെ പഞ്ചായത്ത് നടത്തി. 9 പേർക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു. അത് നമുക്കറിയാവുന്നവരുണ്ട്. അത് മുൻകാലങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ ഒരു അനുഭവം കേട്ടിട്ടുണ്ടോ? ആരോഗ്യ പ്രവർത്തകരോ ആശാപ്രവർത്തകരോ പഞ്ചായത്ത് മെമ്പറോ നമ്മൾ സ്ത്രീകളോട് പറയാണ് മാമോഗ്രാം നടത്തണം. അത് ഗവൺമെന്റ് നിർബന്ധപൂർവ്വം ഹെൽത്ത് സെന്ററിൽ കൊണ്ടുവച്ചാൽ അതിൽ നിന്ന് 10 സ്ത്രീകളുടെ ക്യാൻസറാണ് ഈ പഞ്ചായത്തിൽ സ്ഥിരീകരിച്ച് അവർക്ക് ചികിത്സ നടത്തുന്നത്. ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾ മുൻകാലങ്ങളിൽ ഏതെങ്കിലും ഗവൺമെന്റ് കാലത്ത് കേട്ടിട്ടുണ്ടോ? ഓർത്തോപെഡിക് സർജൻ വരെ ഇന്ന് പാമ്പാടി ആശുപത്രിയിൽ അവൈലബിൾ ആണ്. അസ്ഥിരോഗ വിദഗ്ധൻ വരെ. ആ രീതിയിൽ താലൂക്ക് ഇതെല്ലാം ഗുണഭോക്താക്കളാക്കി വരുന്ന സാധാരണക്കാരാണ്. കാരണം എന്താണ്, ഒരു പ്രൈവറ്റ് ആശുപത്രിയെ ആശ്രയിക്കേണ്ടതിന്റെ തുക നിങ്ങൾക്കറിയാം, വലിയ തുകയാണ്. ആർക്കും ഒരു പ്രൈവറ്റ് ആശുപത്രിയെ ആശ്രയിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ആരോഗ്യ രംഗത്ത് സർക്കാർ ഇതുപോലെ സൗജന്യമായി സേവനം കൊടുക്കുന്ന ഒരു സംസ്ഥാനമുണ്ട്. അപ്പൊ ഞാനീ പറഞ്ഞ ഇതൊക്കെ നമ്മൾ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞല്ല. നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടല്ലോ. നമ്മളിൽ പങ്കെടുത്ത മുഴുവൻ എന്റെ ഇവിടെ സമ്മാനങ്ങൾ വാങ്ങാനും സ്കൂൾ തുറന്നതിന്റെ പഠനോപകരണങ്ങൾ വാങ്ങാനും എത്തിയ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെയും അനുജത്തിമാരെയും അനുമോദിക്കുന്നു. ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവരുടെ ആശംസയും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാവ് സഖാവ് ജോൺ ബേബി ക്ഷണിച്ചു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി എപ്പോഴും ഇത്രയും പെട്ടെന്ന് നമുക്ക് ഒരു ചെറിയ വണ്ടി വാങ്ങി നമ്മുടെ നാട്ടിൽ ഓടിച്ചുകൊണ്ട് നമ്മൾ ആരുടെയും കീഴിൽ പോകാതെ നമ്മൾ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന നിലയിലേക്കാണ് പലപ്പോഴും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ രംഗത്തേക്ക് കടന്നു വരിക. എന്നാൽ ഇന്ന് മറ്റു പല മേഖലകളിലും വ്യത്യസ്തമായി ഒട്ടനവധി പ്രയാസങ്ങളും പരിമിതികളും നേടുന്ന ഒരു വിഭാഗമാണ് ഓട്ടോത്തൊഴിലാളി സഖാക്കൾ എന്ന് നമുക്കറിയാം. എല്ലാ പ്രതിസന്ധികളിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നവരാണ് നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, സംശയമില്ല. അതോടൊപ്പം തന്നെ പുതുപ്പള്ളി പഞ്ചായത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കളെല്ലാം കൂടെ ഒന്നിച്ചാക്കി ഒരു യൂണിയൻ ഉണ്ടാക്കി. ആ യൂണിയന്റെ നേതൃത്വത്തിൽ വളരെ മാതൃകാപരമായ രീതിയിൽ നമ്മുടെ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പഠനോപകരണങ്ങളും അതേപോലെ തന്നെ പ്രായമായ നമ്മുടെ ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നവരെ ആദരിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഈ സംഘടനയുടെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവർക്കും പുരോഗമന പ്രസ്ഥാനത്തിനുള്ള അഭിവാദ്യം. നന്ദി, നമസ്കാരം. ഇത് നൽകുന്നതിന് വേണ്ടി സ്റ്റേറ്റിന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റി
സുഗു കുന്നുംപുറം, രാജപ്പൻ വാഴക്കണ്ണി, സോമൻ കുറ്റിക്കൽ, വർഗീസ് ഐസക്. അവിടെയുണ്ട്. രാധാകൃഷ്ണൻ കൈലേപ്പാലം, ഇവിടുത്തെ കൺവീനർ സുനിൽ കുന്നക്കാട് എന്ന വാങ്ങലാണ്. ഇവിടുത്തെ കുട്ടികൾക്കുള്ള പഠനോപകരണമാണ്. ഇതിനായി സീറ്റിന്റെ ഏരിയ സെക്രട്ടറി ശിവവിശ്വനെ ക്ഷണിക്കുന്നു. ആൻമോൾ മനു, നീരജ് ശ്രീജിത്ത്, നീരവ് ശ്രീജിത്ത്, കസ്മിൻ പോൾ, ഏഞ്ചലീന അനീഷ്, അനുപമ മനു, വിഷ്ണുനാരായണൻ, അർണവ് സുജിത്ത്, ഋഷികേഷ് ദീപു, ആദിദേവ പ്രവീൺ, അത് സതീഷിനെ ക്ഷണിച്ചു. ശിവഞ്ജന അനൂപ്, ആദിൽ അനീഷ്, അഭിനവ് സരൺ, ആദിനാഥ് മനു, അദ്വൈത് സരൺ, കസ്മിൻ പോൾ, ആത്മിക മനു, അലംകൃത ഷാജി, ആരവ് സനീഷ്, നീരവ് സനീഷ്, ആരാധ്യ സനീഷ്, ബിനീത, സോബിൻ സുനിൽ, ജുവാന സുനിൽ, എയ്ഡൻ, ആദം ഫിലിപ്പോസ്, അടുത്ത 10ാം ക്ലാസ്സിൻ്റെയാണ്, അവരുടെ മോമൻ്റെയാണ്. അത് നൽകുന്നതിനായി സ്റ്റേറ്റിൻ്റെ ഏരിയ സെക്രട്ടറി വിശ്വചന്ദ്ര ഷെട്ടു. ഏഞ്ചൽ മരിയ സേവിയർ, അഭികൃഷ്ണൻ KS, ആവണി TR,
അനന്തു കെ ബിജു, അതുല്യ ദിലീപ്, നവീൻ ബൈജു, അനീറ്റ മറിയം ജിജോ, ആദിത്യ രതീഷ്, അപർണ സുജിത്ത്, ഹരിനാരായണൻ, അടുത്ത +2 പാസ്സായിട്ടുള്ള മകനെയാണ്. അത് നൽകുന്നതായി CITയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ സഖാവ് സുഭാഷ് ക്ഷണിച്ചുകൊണ്ട് ആഷിഖ് ജോൺ ബനോജി, സഞ്ജയ് സുനിൽ, ആദിത്യ കൊച്ചുമോൻ, അർച്ചന ബൈജു, അൻസിൽ സി സേവ്യർ, അലീന മറിയം ജിജോ, സിയ മരിയ ബിജു, സിയ മരിയ, അത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള ഇത് നൽകുന്നതിനായി അർച്ചന സുജിത്ത്, ശിവഗംഗ ഷൈൻ, ശിവലക്ഷ്മി ഷൈൻ, സിജിൻ ബിജു, ആദിദേവ് സുഭാഷ്, ശരൺ രാജ്, ദേവസ് ഗിരീഷ്, അയന ബിജു, ദിയ അന്ന ജോസഫ്, നെവിൽ ഇറ്റി ജോസഫ്, നവ്യ ബൈജു, സനാമോൾ രാജേഷ്, നവനീത് ജെ, ശ്രീലക്ഷ്മി രാജേഷ്, അലോന ജിജോ, അലൻ ജിജോ, ജസ്റ്റിൻ പോൾ, അലക്സ് മാത്യു, ഏബൻ ജിജി, മിലൻ റോൺ ഷിബു, ആദിലക്ഷ്മി സുധീർ, ആദിത്യൻ പ്രവീൺ, ദക്ഷ ദീപു, ആനന്ദ സുബി, ശിവൈക രാജി, ആതിര രവി, സോനു സുനിൽ, ക്രിസ്റ്റീന പൈജു, ഇസബല പൈജു, ധന്യ സാജൻ, ആതിരേയ രതീഷ്, അനീലിയ ബനോജി, എസ്തർമോൾ പെണ്ണി, സ്വാമി സുഭാഷ്. ഞാൻ വിട്ടുപോയിട്ടുള്ള കഠിനമായിട്ട് നമ്മൾക്ക്
ഈ യോഗത്തിന് നന്ദി പറയുന്നതായി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? ബുക്കോ വായനത്തിന് കിട്ടാനുണ്ടോ? ആർക്കെങ്കിലുണ്ടോ? എയ്തന്റെ പേര് വായിക്കുക. ഇന്ത്യയുടെ അധ്യക്ഷൻ കൂടിയെത്തി നമ്മുടെ പ്രിയപ്പെട്ട യോഗം സാധിക്കുന്നതിന് പഞ്ചായത്തിൻ്റെ പേര് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഏരിയ സെക്രട്ടറി നമ്മളോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു പരിപാടി യോഗം നടത്തി വൻപിച്ച ചെലവുണ്ടായിരുന്നു. ഈ യോഗത്തിൽ ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കി തീർക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ഉള്ളവരും എല്ലാ സ്റ്റാൻഡുകളിലും എല്ലാ സഹകരണവും ഞങ്ങളോട് കാണിച്ച ആ സ്നേഹത്തിനും ആ സഹകരണത്തിനും ഈ പഞ്ചായത്തിൽ നിങ്ങൾ വന്നുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കും. സമ്മാനം നൽകുന്നതിന്റെ ഫോട്ടോ ഇംഗ്ലീഷാണ് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അതിന്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. യോഗങ്ങൾ അവസാനിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്ത് പെർമിറ്റ് അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകിയിരിക്കുന്നത് പുതുപ്പള്ളി